ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് കുറച്ച് മെഡിറ്റേഷൻ ടെക്നിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുട്ടികൾ വന്ന് ചോദിച്ചു, ചേച്ചി എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ. ആക്ച്വലി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതല്ല, അത് നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു അവയർനെസ് ആണ്. നമ്മളൊരു സ്ഥലത്ത് നമ്മളുടെ ഫോക്കസ് അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് മെഡിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിന് റൂൾസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണേൽ മെഡിറ്റേറ്റ് ചെയ്യാം. അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വയസ്സായ അപ്പൂപ്പന്മാർക്ക് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാം. അതിനൊന്നും ഒരു ഏജോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഇപ്പോൾ ഒരു സെൽഫ് ലവിൻ്റെ പാർട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുഖം മാത്രം സ്നേഹിക്കുക അതല്ല സെൽഫ് ലവ്. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് പോവുക, അല്ലെങ്കിൽ നടക്കാൻ പോകണു, എക്സസൈസ് ചെയ്യണു, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. ഇറ്റ്സ് അവർ ഹ്യൂമൻ എക്സ്പീരിയൻസ്. ദിസ് ലൈഫ് ഇസ് അവർ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പം വേറൊരാൾക്ക് അഫ്കോഴ്സ് അതിൽ പറയാം അഭിപ്രായങ്ങൾ, ചിലപ്പോൾ അത് ഐ ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക്. പക്ഷെ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടോക്സിക് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എവറി ഡേ നമ്മളെ ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം എൻ്റെ ഡ്രീം ജോബ് എനിക്ക് കിട്ടിയാലേ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയാലേ എനിക്ക് എന്നെ സ്നേഹമാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കാം. അങ്ങനെ ഒന്നുമില്ല. ഈവൻ ഇഫ് ഒന്നും നടന്നില്ല, ഈവൻ ഇഫ് ഒന്നും ഹാപ്പനിങ് അല്ല, ഒന്നും വർക്കായില്ല എങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നതാണ് സെൽഫ് ലവ്. സോ അതിന് നമുക്കൊരു മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മെഡിറ്റേഷൻ ഇസ് വെരി എഫക്റ്റീവ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട്, കുറേ കാര്യങ്ങളൊക്കെ വരാതിരിക്കുക, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അല്ലാതെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. മെൻ്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നവർക്ക്, പീസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സോ നമുക്കിഷ്ടമുള്ള ഡയമെൻഷനിൽ നമുക്കതിനെ വിചാരിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു ടെക്നിക്ക് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കംഫർട്ടബിൾ പൊസിഷനിൽ നമുക്കിരിക്കാം. അതായത് ഇരിക്കാം, ഒന്നുകിൽ ചന്ദനപ്പൂട്ടിട്ടിരിക്കാം, അതതിന് സുഖാസനം എന്ന് പറയും, അല്ലെങ്കിൽ കാല് ക്രോസ് ചെയ്ത് അതിന് പത്മാസനം എന്ന് പറയും. അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ കിടന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പക്ഷെ കിടക്കുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ സ്ട്രെസ്സൊക്കെ പോയി നമുക്ക് ഫുള്ള് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്തിരിക്കുക. അപ്പം നമ്മുടെ റെസ്പിറേറ്ററി റേറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കിടന്നുകൊണ്ട് അധികം ചെയ്യാത്തത്. അപ്പോൾ നമുക്കൊരു രാവിലെ വൈകിട്ടോ 10 മിനിറ്റ് 5 മിനിറ്റ് അത്രയൊക്കെ മതി മെഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വഴി നിങ്ങൾ എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്രയും സമയം വരെ നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇത്ര സമയം മെഡിറ്റേഷന് വേണ്ടി എന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീപ്പ് ബ്രെത്ത് നമ്മുടെ നോസ്ട്രിലിൽ കൂടെ എടുക്കുക. അതിനുശേഷം അതിനൊരു കൗണ്ടൊന്നുമില്ല. എൻ്റെ ആങ്സൈറ്റി വീഡിയോയിൽ ഞാൻ കൗണ്ടൊക്കെ പറഞ്ഞു തന്നില്ല, പക്ഷേ ഇതിന് കൗണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് ശ്വാസം നല്ലപോലെ എടുത്തതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് വരെ ഓക്സിജൻ എത്തുന്നതായിട്ട് അസ്യൂം ചെയ്യാം. കാലിൻ്റെ കൈയുടെയൊക്കെ വിരലിൻ്റെ തുമ്പത്ത് വരെ ഓക്സിജൻ എത്തുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ആൻഡ് നമ്മൾ നമ്മുടെ മൗത്ത് കൂടെ എക്സേൽ ചെയ്യുക. ഇതൊരു 3 or 4 ടൈംസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് എവിടെയാണോ സ്ട്രെസ് ഉണ്ടായിരുന്നത് അതൊക്കെ പോയി. ഇപ്പോൾ നോ സ്ട്രെസ്. ഇപ്പോൾ നമുക്ക് എന്തില്ല, സ്ട്രെസ്സേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെത്തി. ആൻഡ് അതിന് ശേഷം നിങ്ങൾ ഫോഴ്സ് ചെയ്യാണ്ട് ഒരു ഡീപ്പ് ബ്രെത്തും എടുക്കാണ്ട് നമ്മുടെ സാധാരണയുള്ള ശ്വാസം എങ്ങനെയാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സാധാരണ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് അത് കുറച്ചും കൂടെ സാധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ശ്വാസത്തെക്കാട്ടി കുറച്ച് കുറവായിരിക്കും. കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ല, നിങ്ങൾ കുറേ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ സാധാ ശ്വാസത്തിൽ കുറച്ച് നേരം ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഇപ്പം നിങ്ങളൊരു ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിലെത്തി എന്ന് വെച്ചാൽ നമ്മളിപ്പം ലോ ആയിട്ടല്ല, നമ്മൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട എന്ത് കാര്യം വേണം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. It can be called manifestation.
എന്നാലും നിങ്ങൾ ഈസി ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമുക്ക് കിട്ടിയതുപോലെ ഫീൽ ചെയ്യാം. ഓക്കെ, കിട്ടിയ പോലെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. അതിന് ശേഷം സാധാരണ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് കൈ ഇങ്ങനെ നല്ലതായിട്ട് റബ്ബ് ചെയ്ത് മുഖത്ത് വെച്ച് ചിമ്മി കണ്ണ് തുറക്കാം. വൺ ടെക്നിക്ക്. അതെന്താ, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നമ്മുടെ നോസ്ട്രിലിൽ കൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് മൗത്തിൽ കൂടെ എക്സെയിൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടതൊക്കെ വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക, പതുക്കെ വിത്ത് എ സ്വീറ്റ് സ്മൈൽ കണ്ണ് തുറക്കുക. ഇറ്റ്സ് വെരി നല്ല ടെക്നിക്കാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര വലിയ തലകുത്തി മറിഞ്ഞ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊരു ടെക്നിക്ക്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഹണി മെഡിറ്റേഷനാണ്. നമ്മൾ സാധാരണ ഇരിക്കുക. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ചിന്മുദ്ര എന്ന് പറയും, ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ വെറുതെ നമ്മളുടെ നീസിൽ കൈ ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കാം. ആൻഡ് വണ്ണസ് ഇങ്ങനെ, പെൺകുട്ടികളാണെങ്കിൽ റൈറ്റ് ഹാൻഡ് താഴെ ലെഫ്റ്റ് മേലെ ഇങ്ങനെ വെച്ച്, ആൺകുട്ടികളാണ് തിരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലാപ്പിൽ വെറുതെ വെച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ബേസിക് തിങ്സ് നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾ കണ്ണടച്ച് മാക്സിമം ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അതൊരു ടെക്നിക്കാണ്. പിന്നെ ഹണി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലയിൽ കൂടി ഇങ്ങനെ ഹണി വീഴുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്ത് ഇറ്റ്സ് വിസ്കസ് ഫ്ലൂയിഡ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓരോ ബോഡി പാർട്ടിലും ഇതിങ്ങനെ വീഴുന്നതായിട്ട് അസ്യൂം ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് നേരം ആ ഒരു മൂഡിലിരിക്കും. അത് വെരി സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിൽ പറ്റും. ഫോക്കസൊക്കെ ചെയ്യാൻ നല്ല പോലെ പറ്റുന്ന ഒരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്ന മെത്തേഡ്. അത് കോൾഡ് പീനിയൽ ഗ്ലാൻഡിൻ്റെ മെഡിറ്റേഷൻ. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അതായത് ഉറക്കം ശരിയാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണർന്നിരിക്കുമ്പോൾ ഉന്മേഷം ഇല്ല എന്നുള്ളവരൊക്കെ ഇത് ചെയ്താൽ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അപ്പം നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് നമ്മളുടെ പീനിയൽ ഗ്ലാൻഡിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നല്ല പീനിയൽ ഗ്ലാൻഡുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നു, നല്ല പോലെ ഉണർന്നു ഉന്മേഷമൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നല്ല പീനിയൽ ഗ്ലാൻഡുള്ള ആൾക്കാർ. അപ്പോൾ നല്ല പീനിയൽ ഗ്ലാൻഡുള്ള ആൾക്കാരാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഇതിന് നമ്മൾ മെറ്റാഫേസിയൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷണൽ എവേക്കനിങ് എന്നൊക്കെ പറയും. പക്ഷെ മൈൻഡാക്കണ്ട, ആജ്ഞചക്ര അല്ലെങ്കിൽ തേർഡ് ഐ സ്റ്റിമുലേഷൻ എവേക്കനിങ് എന്നൊക്കെ പറയും. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളുടെ ഇൻറ്റൻഷൻ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നല്ലതായിട്ടിരിക്കുക, ഓരോ നല്ല മൈൻഡ്ഫുൾ ആവുക, ഉറങ്ങുമ്പോൾ നല്ല ഉറങ്ങുക, അത്രയും നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് നമുക്കിഷ്ടമുള്ള പൊസിഷനിലിരിക്കുക. നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ ഈ ഐബ്രോയുടെ തൊട്ട് മുകളിലുള്ള ഒരു സിംഗിൾ പോയിന്റിലായിരിക്കണം. കണ്ണ് റോൾ ചെയ്യാൻ പാടില്ല. കണ്ണ് അനങ്ങാതെ ആ ഒറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഒരു റേ ഓഫ് ലൈറ്റ് ആ പോയിന്റിലേക്ക് വരുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ആൻഡ് കുറച്ച് നേരം വേറൊന്നും ബ്രീത്തിൽ ശ്രദ്ധിക്കേണ്ട, വിഷ്വലൈസ് ചെയ്യേണ്ട, ഒന്നിലും ശ്രദ്ധിക്കേണ്ട. ജസ്റ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ദറ്റ് ലൈറ്റ്. കണ്ണ് റോൾ ചെയ്യരുത്, ക്ലോസ്ഡ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷൺമുഖമുദ്ര എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരു 7 ഓപ്പണിങ്സ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യുക. ഇത് ഞാൻ വിജ്ഞാൻ ഭൈരവ തന്ത്ര ബുക്കിൽ നിന്ന് പഠിച്ചൊരു ടെക്നിക്കാണ്. യു ക്യാൻ ഡു ഇറ്റ്. ഇത് ചെയ്താൽ ചിലരൊക്കെ പറയും ചില മെഡിറ്റേഷനൊക്കെ ചെയ്താൽ ഭ്രാന്തായി പോകും. അതിൻ്റെ ഒന്നുമില്ല. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐസ്, നോസ്ട്രില്, മൗത്ത്, ഇയർ, പിന്നെ ഇത് ഇവിടെ. അപ്പം ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. അതിൻ്റെ കുറേ നേരം വെക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ ശ്വാസം എടുക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളതൊന്നും നമ്മൾ അലോ ചെയ്യുന്നില്ല ഉള്ളിലേക്ക്. ഓൺലി കോൺസെൻട്രേഷൻ ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ റേ ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ, അതിങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. അസ്യൂം ദാറ്റ് ലൈറ്റ് ഇസ് റിസോൾവിങ് എന്ന് വിചാരിക്കും. സോ എന്നിട്ട് അപ്പം നമുക്കൊരു സ്റ്റേറ്റിലെത്തും, അത് ഐ കാൺട്ട് എക്സ്പ്ലെയിൻ. അപ്പം ആൻഡ് യു ജസ്റ്റ് ഫീൽ ദാറ്റ്, ആ ഒരു എക്സ്പീരിയൻസിനെ ഫീൽ ചെയ്യാം. ആൻഡ് കുറച്ച് നേരം ഒന്നും ചെയ്യാണ്ട് അതേ പോയിന്റിൽ, ആ പോയിന്റിൽ നിന്ന് കോൺസെൻട്രേഷൻ പോരുത്. ദ ഹോൾ മെഡിറ്റേഷൻ ആ ഒറ്റ പോയിന്റിലാണ് ഇരിക്കുന്നത്, വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്
ആഫ്റ്റർ നമ്മളെ യൂഷ്വൽ കൈ ഇങ്ങനെ റബ്ബ് ചെയ്ത് കണ്ണിൽ വെച്ച് ചിമ്മി കണ്ണ് തുറക്കാം. അപ്പം നമുക്ക് റിയലി ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആൻഡ് നമ്മൾ ഭയങ്കര ലൈറ്റാവും. അതാണ് മെയിൻ തിങ്. കറക്റ്റ് സമയത്ത് ഉറക്കം വരിക, ഉറങ്ങുക, എഴുന്നേൽക്കുക, ഹാപ്പി. ഇറ്റ്സ് വെരി ഗുഡ് മെഡിറ്റേഷൻ. അതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. അപ്പം അതൊരു ടെക്നിക്ക്. പിന്നെ ഇത്രയും ടെക്നിക്ക് മതി ഇന്ന്. വീഡിയോ ഭയങ്കര വലുതായാലും എല്ലാവർക്കും ബോറടിക്കും. ഇതന്നെ കൂടുതലാണ്. ഇതെന്നും ചെയ്താൽ മതി. ആദ്യത്തെ ടെക്നിക്ക് ചെയ്ത് തുടങ്ങുക, കുറച്ച് കഴിയുമ്പോൾ തേർഡായി ചെയ്ത് നോക്കുക, ഹണി മെഡിറ്റേഷൻ ചെയ്യുക, അത്രയൊക്കെ മതി. ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടെത്തിയില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അത്രയല്ലേ ഉള്ളൂ. എല്ലാം കടന്ന് ഓടുക, പൈസ ഉണ്ടാക്കുക, അവിടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം നമുക്ക് നമ്മളെ സമയം. അപ്പം അതാണ് ഈ മെഡിറ്റേഷനിലൂടെ കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡ്യൂറേഷൻ കൂട്ടി മെഡിറ്റേഷൻസ് ചെയ്യും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് പല പല എക്സ്പീരിയൻസസ് ചിലപ്പോൾ ഉണ്ടാവും. ചിലർക്ക് ഇപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഒറ്റ കളറാണ് തോന്നുന്നില്ലേ, ചിലർക്ക് കണ്ണടയ്ക്കുമ്പോൾ പല ഡിഫറെൻറ്റ് കളേഴ്സ് വരും. അങ്ങനെയൊക്കെ പല പല എക്സ്പീരിയൻസസ്. ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ എക്സ്പീരിയൻസ്. അങ്ങനെ പല എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്ലീസ് ഡു കമൻറ്റിലൂടെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന്. ഇത് നിങ്ങൾ ചെയ്യണം, എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് കമൻറ്റിൽ പറയണം. അപ്പം നമുക്കെല്ലാവർക്കും അങ്ങനെ കുറച്ചും കൂടെ കാമായിട്ട്, ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടുന്ന ജീവിതത്തിൽ കുറച്ച് സ്ലോ ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സീക്ക് ചെയ്ത് പോകണ്ട. നിങ്ങൾ കുറച്ച് അലോ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നോളും. അപ്പോൾ അത്രേ ഉള്ളൂ. ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട, ലെറ്റ് ഇറ്റ് ബി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. സോ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയാം. എല്ലാവരും കമൻറ്റിൽ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്. ബൈ.